ഫ്രണ്ട്സ്, എല്ലാവരെയും പോലെ ഞാനും നാളത്തേക്ക് വേണ്ടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ദിലീപിൻ്റെ നിരപരാധിത്വം തെളിയിച്ചു കൊണ്ടുവന്ന വിധിയെക്കുറിച്ച് തന്നെയാണ്. ഏതൊരു മലയാളിക്കും, അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും അറിയാം ദിലീപ് നിരപരാധിയല്ല എന്ന്. ഒരു കൊച്ചു കുഞ്ഞിന് പോലും അറിയാം. പക്ഷേ കോടതിയിൽ വേണ്ടതായ ചില കാര്യങ്ങൾ, തെളിവുകളും സാക്ഷികളും ഇതൊക്കെ നമുക്ക് സമർപ്പിക്കാമായിരുന്നു. പക്ഷേ ഇതൊന്നും സമർപ്പിക്കപ്പെട്ടില്ല. ദിലീപിന് അനുകൂലമായി ഭരണകൂടവും കോടതിയും പോലീസും ഉദ്യോഗസ്ഥരും എല്ലാ പേരും അണിനിരന്നപ്പോൾ ഭാവന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അവളുടെ നീതി നിഷേധിക്കപ്പെട്ടു എന്ന് വേണം നമുക്ക് പറയാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വിഷയത്തിൽ കുറേ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ഞാൻ ഇതുവരെയും ചെയ്തില്ല. ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പ്ലേ ചെയ്തത് ഞാൻ കേട്ടു. അതൊരു പെൺകുട്ടിയുടേതായിരുന്നു. അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ വാസ്തവമാണ്. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടു നോക്കാം എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതൊരു അശ്വിൻ മടപ്പള്ളി എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ വീഡിയോ ആണ്. അത് ഒരല്പം 1 മിനിറ്റോ 2 മിനിറ്റോ കേട്ടപ്പോൾ തന്നെ ദിലീപിനെ അങ്ങ് വെള്ളപൂശുന്ന രീതിയിൽ അയാൾ സംസാരിക്കുന്നു. കറക്റ്റ് അയാളെ പേര് അശ്വിൻ മടപ്പള്ളിയല്ല, അശ്വിൻ മടയൻ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എന്തുമാത്രം മടത്തരമാണ് അയാൾ പറയുന്നതെന്ന് നമുക്കറിയില്ല. ഒരു കോടതി ഒരാളെ നിരപരാധി എന്ന് പറഞ്ഞ് വെറുതെ വിട്ടതുകൊണ്ട് അയാൾ നിരപരാധിയോ അയാൾ ചെയ്ത തെറ്റല്ലാതെയോ ആവുന്നില്ല. ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോക രാഷ്ട്രത്തിൽ മൊത്തത്തിലെടുത്താൽ തന്നെ എല്ലാ കോടതികളും വിധിച്ച വിധികൾ സത്യസന്ധവും ന്യായവുമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. പരമോന്നത കോടതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നീതിക്ക് വേണ്ടി നമ്മൾ പോകുമെങ്കിലും അവിടെയും എല്ലാ ഫീൽഡിലും എന്ന പോലെ ഇപ്പോൾ തിരിമറി നടക്കുന്നു എന്നുള്ളതിന് നമുക്ക് കിളിരൂർ കേസായിക്കോട്ടെ, അല്ലെങ്കിൽ ധർമ്മസ്ഥല കേസായിക്കോട്ടെ, ഇതുപോലുള്ള ഒരുപാട് കേസുകളുടെ വിധികൾ നമ്മൾ നോക്കിയാൽ ഇവിടെയും പിഴവ് സംഭവിക്കുന്നു എന്ന് നമുക്കറിയാം. ദിലീപ് ഭാവന നായികയായിട്ട് അഭിനയിച്ച ഒരു സിനിമയിൽ ദിലീപ് അഭിനയിച്ചു. ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി ദിലീപ് നല്ലൊരു പഠിച്ച കള്ളനാണെന്ന്. കാരണം നമുക്ക് തന്നെ അനുഭവത്തിൽ നിന്നറിയാം. 3 കെട്ടിയ ഒരാളാണ് ദിലീപ്. അത് 2 പേരാകട്ടെ, 2ാമത്തെയും 3ാമത്തെയും സ്ത്രീകളാകട്ടെ മലയാളത്തിലെ ഫേമസ് ആയ സുന്ദരികളായ 2 നടിമാരാണ്. ആരും ആഗ്രഹിക്കുന്ന 2 സ്ത്രീകളെയാണ് അയാൾ കെട്ടിയത്. ദിലീപിനെ പോലെ ഒരാൾക്ക് ഇവരെ വിവാഹം കഴിക്കുക എന്താണ് യോഗ്യത? ഒന്ന് ആലോചിച്ച് നോക്കൂ. ദിലീപ് അതിനു മുമ്പ് ഒരു വിവാഹം കഴിച്ചിരുന്ന ആളാണ്. അത് ഒരാൾക്ക് പോലും അറിയില്ല. ഈ ഭാവനയുടെ വിഷയം വരാതിരുന്നുവെങ്കിൽ ദിലീപിനെക്കുറിച്ച് ഫസ്റ്റ് മാരേജ് മഞ്ജു എന്നാണ് നമ്മളെല്ലാവരും കരുതിയിരുന്നത്. അപ്പോൾ അത്രയ്ക്കൊരു പഠിച്ച കള്ളനാണ് ദിലീപ്. ദിലീപിന് ഇതല്ല, ഇതിൻ്റെ അപ്പുറവും ചെയ്യാൻ കഴിയും. നമുക്കെല്ലാവർക്കും അറിയാം മഞ്ജുവും ദിലീപും തമ്മിൽ വേർപിരിയാനുള്ള ഒരു മെയിൻ കാരണമായിട്ട് ഭാവനയാണ് എല്ലാവരും കാണുന്നത്. കാരണം ദിലീപും കാവ്യയും തമ്മിലുള്ള കള്ളക്കളികൾ, അല്ലെങ്കിൽ ദിലീപും മറ്റു നടികളുടെ പിറകെ ദിലീപ് നടന്ന് ശല്യം ചെയ്യുന്നത്, ദിലീപിൻ്റെ ഒരു പെണ്ണുപിടുത്തോ ഒരു പൂവാലക്കളിയൊക്കെ മഞ്ജുവിനെ സദാസമയം അറിയിച്ചു കൊണ്ടിരുന്നത് ഭാവന എന്ന ഉത്തമ കൂട്ടുകാരിയാണെന്നുള്ള ഒരു വിഷയത്തിന്മേലാണ് ഭാവനയ്ക്കെതിരെ ഇങ്ങനെ ഒരു പീഡനം വന്നത് എന്ന് എല്ലാ മലയാളികൾക്കും അറിയാം. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഒരു കാര്യം അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വിവാഹത്തിന് മുമ്പ് കാവ്യ മാധവന് ദിലീപുമായി ബന്ധമുണ്ടായിരുന്നു എന്നൊരു കാര്യം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം കാവ്യ മാധവൻ കല്യാണം കഴിക്കുമ്പോൾ ദിലീപുമായി ബന്ധമുള്ള ഒരു കാവ്യയ്ക്ക് ഒരിക്കലും മറ്റൊരു പുരുഷനും കല്യാണം കഴിക്കാൻ ദിലീപ് സമ്മതിക്കില്ല. ഒരു പെണ്ണും സമ്മതിക്കില്ല. ഒരാളെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണും, അങ്ങനെ ഒരു ബന്ധമുള്ള ഒരു പെണ്ണും മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല. അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഉള്ള ഒരു ക്യാരക്ടർ അല്ല കാവ്യയുടേത്. അച്ഛൻ്റെ അമ്മയുടെ അനുസരണത്തിൽ ജീവിച്ച ഒരു കുട്ടിയാണ്. അപ്പോൾ ഒരിക്കലും കാവ്യയ്ക്ക് വിവാഹത്തിന് മുമ്പ് ദിലീപുമായി ബന്ധമുണ്ട് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം അതിന് തെളിവെന്ന് പറഞ്ഞാൽ കാവ്യ ഡിവോഴ്സായിട്ട് പിന്നെയും 2 വർഷത്തോളം നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവർ ഈ ടൈമിലൊന്നും രഹസ്യമായി ദിലീപുമായിട്ടൊരു ജീവിക്കുന്നതോ ബന്ധം പുലർത്തുന്നതോ കല്യാണം കഴിഞ്ഞ ടൈമിൽ ബന്ധം പുലർത്തുന്നതായിട്ട് ആരും ഒന്നും കണ്ടിട്ടില്ല. വെറും ഇതെല്ലാം റൂമർ മാത്രമാണ്. അപ്പോൾ ഒരുപക്ഷെ കാവ്യയ്ക്ക് സ്വന്തം ആദ്യത്തെ സിനിമയിലെ നായകൻ എന്നൊരു ബഹുമാനവും ഒരു അടുപ്പും ഒരു കുറച്ച് കൂടുതൽ ഇടപഴകലും ദിലീപിനോടുണ്ടായിരുന്നു. അത് മറ്റുള്ളവർ അത് വളച്ചൊടിച്ചു, അതൊരു പ്രേമമാക്കി എടുത്തു എന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരുപക്ഷെ ദിലീപിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നിരിക്കാം. കാരണം ദിലീപ് ഒരുപാട് ഭാവന ഉൾപ്പെടെയുള്ള ഒരുപാട് നടികളെ
ദിലീപ് മലയാള സിനിമയിലെ ഒരു വടവൃക്ഷമായി ദിലീപ് പടർന്ന് പന്തലിക്കുകയും ആ ഒരു വളർച്ച ദിലീപ് ഒരുപാട് സ്ത്രീകളെ സ്വന്തം ഇംഗിതത്തിന് കൊണ്ടുവരുവാനായി ദിലീപ് ഉപയോഗിച്ചു തുടങ്ങിയ സമയത്താണ് ദിലീപിൻ്റെ ഈ വീഴ്ച ദൈവം വെട്ടിയിട്ടത് പെട്ടെന്ന്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് നടികൾ ദിലീപിൻ്റെ അണ്ടറിലായി കഴിയുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് സ്വന്തം ജീവിതവും സകല ഭാവിയും വലിച്ചെറിഞ്ഞിട്ട് മഞ്ജു വാര്യർ ഈ മനുഷ്യനെ ഡിവോഴ്സ് ചെയ്തു എന്ന് ആലോചിക്കുന്നുവെങ്കിൽ ഇത് തന്നെയാണ് കാരണം. ഒരു സ്ത്രീക്കും അംഗീകരിക്കേണ്ട ഒരു കാര്യമല്ല. മഞ്ജുവിനെ പോലൊരു പെണ്ണിന് കിട്ടാവുന്ന ഭർത്താവേ അല്ല ദിലീപ്. ഒരു സാഹചര്യത്തിൽ പ്രേമത്തിൻ്റെതായ ഒരു ഇതിൽ മഞ്ജു വാര്യർക്ക് ദിലീപിനെ സ്വീകരിക്കേണ്ടി വന്നു. അപ്പോൾ അതുപോലെ ഭാവനയും കാവ്യയും ദിലീപും പ്രേമം ഉണ്ടായിരുന്നെങ്കിൽ ദിലീപ് ഒരിക്കലും കാവ്യ കല്യാണം കഴിച്ച ആ ഒരു മരമോന്തയെ കാവ്യ കല്യാണം കഴിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു പെണ്ണിനും അത് പറ്റില്ല. ഒരു പുരുഷനെ പ്രേമിച്ച് അവനുമായിട്ട് ബന്ധം ഇരിക്കുക മറ്റൊരു പുരുഷനെ കല്യാണം കഴിക്കാനും ഒരിക്കലും. അതുമാത്രവുമല്ല, ആ കാവ്യയുടെ ജീവിതം നശിച്ചു കഴിഞ്ഞും ദിലീപിൻ്റെ ജീവിതം നശിച്ചു കഴിഞ്ഞും ഉടനെ ഒന്നും കാവ്യയും ദിലീപുമായിട്ടുള്ള വിവാഹം നടക്കുന്നുമില്ല. കാവ്യയുടെ വീട്ടുകാർ അതിന് സമ്മതിക്കുന്നുമില്ല. അവസാനം കാവ്യയുടെ ജീവിതം, ഇനി ആരെ കെട്ടിയാലും കാവ്യയുടെ ജീവിതം രക്ഷപ്പെടില്ല എന്ന ഉത്തമ ബോധ്യം അവർക്കായതിനു ശേഷം മാത്രമാണ്. അതുപോലെ ഇനി ദിലീപും മറ്റൊരു പെണ്ണിനെ കെട്ടിയാൽ ആ ജീവിതം സക്സസ് ആവില്ല എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യത്തിലാണ് ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നത്. അല്ലാതെ കാവ്യയും ദിലീപും തമ്മിൽ അവിഹിത ബന്ധം നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ പേരിലല്ല അവർ വിവാഹം കഴിച്ചത് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. തെറ്റ് തെറ്റായിട്ട് ശരിയായിട്ടും പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ദിലീപ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതുകൊണ്ടും ദിലീപും കാവ്യയും ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നത് കൊണ്ടും അവർ പണ്ട് അവിഹിതം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനോട് എനിക്കിപ്പോഴും യോജിപ്പില്ല, ഒരിക്കലും യോജിപ്പില്ല. പിന്നെ ഇതൊന്നും ഒരിക്കലും നേരിട്ട് ചോദിക്കാൻ കാവ്യയോ ദിലീപിനെയോ നമുക്ക് കിട്ടുകയുമില്ല. എങ്കിലും എനിക്ക് അങ്ങനെ തന്നെയാണ് എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം. കാരണം നമ്മളും ഒരു പെണ്ണാണ്. നമ്മളെക്കുറിച്ച് മറ്റൊരാൾ പറയുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവും. പക്ഷേ ദിലീപിനെ ഇപ്പോൾ ഭാവന വിഷയത്തിൽ വെറുതെ വിട്ടത് അത് ഒരു നീതിക്ക് നിരക്കുന്ന കാര്യമല്ല. ദിലീപ് ഒരുപാട് ഒരുപാട് പണവും ഇതിനു വേണ്ടി ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. ഒരുപക്ഷെ അയാളുടെ ആളുകൾക്ക് സന്തോഷമായിരിക്കും. പക്ഷേ ഭാവനയെ സ്നേഹിക്കുന്നവർക്കോ ഭാവനയുടെ കുടുംബക്കാർക്കോ ഒന്നും ഈ ഒരു വിധി സന്തോഷമുള്ളതല്ല എന്ന് തന്നെയാണ്. അത് സത്യത്തിൽ വിശ്വസിക്കുന്നവരും ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരാൾക്കും ദിലീപിൻ്റെ വിധി വിശ്വസിക്കാൻ പറ്റില്ല, അംഗീകരിക്കാനും പറ്റില്ല. പിന്നെ ദിലീപ് മലയാള സിനിമയിലെ ഒരു അറിയപ്പെടുന്ന ഒരു മുൻനിര നായകനായി വന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഈ സംഭവം നടക്കുന്നത്. പിന്നെ സുനി എന്ന് പറയുന്ന പൾസർ സുനിക്ക് റേപ്പ് ചെയ്യണമെങ്കിൽ മലയാള സിനിമയിൽ ഭാവന മാത്രമേ ഉള്ളൂ. ഭാവനയെക്കാൾ ശരീരപുഷ്ടിയും സൗന്ദര്യമുള്ള എത്രയോ മുൻനിര നടിമാരിവിടെയുണ്ട്. ഇതിനേക്കാളും ഏറ്റവും നല്ല പീഡിപ്പിക്കാൻ പറ്റിയ ശരീരമുള്ളത് കാവ്യ മാധവനല്ലേ. എന്നിട്ട് പിന്നെ എന്തുകൊണ്ട് പൾസർ സുനി കാവ്യ മാധവനെ പീഡിപ്പിക്കാതെ ഈ കോല് പോലെ ഇരിക്കുന്ന ഭാവനയെ പീഡിപ്പിക്കാൻ പോയി? അപ്പോൾ അതിലൊന്നും ദിലീപിന് പങ്കില്ലാതെ ഉള്ള കേസല്ല. അത് ഭാവനയെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത ഒരു സംഭവം തന്നെയാണ് ആ റേപ്പ്. അത് എന്ത് പറഞ്ഞാലും അത് ആരും അത് അംഗീകരിച്ചു കൊടുക്കില്ല, മറിച്ചാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ബ്രെയിനും ഇത് എന്തിനു വേണ്ടി ചെയ്തു, ആർക്ക് വേണ്ടി ചെയ്തു, ഇതെല്ലാം മലയാളിക്ക് അറിയാം. ഇതിലെല്ലാം സത്യം പറഞ്ഞാൽ ഒന്നാം പ്രതി ആകേണ്ടത് ദിലീപ് തന്നെയാണ്. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ഭാവനയുടെ സമയദോഷം കൊണ്ടോ ദിലീപിൻ്റെ നല്ല സമയം കൊണ്ടോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷേ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉള്ളത് കൊണ്ട് ഒരു 8 വർഷം ദിലീപ് ഈ 8 വർഷം സിനിമയിൽ നിന്നിരുന്നുവെങ്കിൽ സിനിമയിലിപ്പം ഒരുപാട് അഴുക്കുചാലുകൾ ഉണ്ടാകുമായിരുന്നു. ഒരുപാട് ദിലീപിന് ഇംഗിതത്തിൽ നിൽക്കാത്ത ഒരുപാട് നടികളെ ദിലീപ് ഫീഡ് ഔട്ടാക്കി, ഒരുപാട് നടന്മാരെ ഫീഡ് ഔട്ടാക്കി, ഒരുപാട് സംവിധായകന്മാരെ ഫീഡ് ഔട്ടാക്കി. അപ്പോൾ ദിലീപിനെ ഈ ഫീഡിൽ നിന്ന് ഒരു 8 വർഷം ദൈവം മാറ്റി നിർത്തിയത് ഒരുപക്ഷെ അവിടെ ഒരു ശുദ്ധികലശം നടത്താൻ വേണ്ടിയിട്ടായിരിക്കാം. ഈ സിദ്ദിഖ് നിരപരാധിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള കുറേ ഇടവേള ബാബു, ഇതുപോലെ കുറേ സ്ത്രീലമ്പടന്മാർ മലയാള സിനിമയിലുണ്ട്. അവർ തന്നെയാണ് മലയാള സിനിമയുടെ ശാപവും മലയാള സിനിമയെ നശിപ്പിക്കുന്നത്. ഇത്രയും വർഷം മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഈ ഫീൽഡിൽ നിന്നു. മോഹൻലാലിനെ നമ്മൾ പലരും കോമഡിക്കാരും അല്ലാത്തവരൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും അവരവരുടെ സ്ഥാനം വിട്ട് കളിച്ചിട്ടില്ല, അവരുടെ നില മറന്ന് അവർ കളിച്ചിട്ടില്ല. അതുകൊണ്ട് അവരെ ദൈവം ഇന്ന് നിലനിർത്തുന്നു. പക്ഷേ ദിലീപ് സ്വന്തം നില മറന്നാണ് കളിച്ചത്. അർഹിക്കാത്ത പലതും ദിലീപ് നേടി. എന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാതെ വീണ്ടും അർഹിക്കാത്തത് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ദിലീപിന് സംഭവിച്ചു പോയതാണ്. ദിലീപിനെ അടുത്തറിയാവുന്ന ദിലീപിൻ്റെ നാട്ടുകാരായ ഒരുപാട് പേര്
നമുക്ക് ദിലീപിൻ്റെ കുടുംബജീവിതത്തിലെ കാര്യങ്ങളും ദിലീപിൻ്റെ വ്യക്തിപരമായ സ്വഭാവം, ദിലീപിൻ്റെ അമിത മദ്യപാനം, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ദിലീപ് ഒരു പെർഫെക്റ്റായ ഒരു മനുഷ്യനൊന്നും അല്ല. പക്ഷേ ഈ വിധി എന്തായാലും മലയാള നാടിന് അപമാനമാണ്. കോടതി എന്ന് പറയുന്ന ഒരു ഒരു എല്ലാവരുടെ വിശ്വാസ്യത നേടിയ കോടതി എന്ന് പറയുന്നതിൻ്റെ ഒരു വിശ്വാസ്യത കെടുത്തുന്ന, വക്കീലന്മാരുടെ വിശ്വാസ്യത കെടുത്തുന്ന ഒരു വിധിയായിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ പിന്നെ ഇനിയിപ്പോൾ കുറച്ച് പേര് അന്ന് ഭാവനയ്ക്ക് അനുകൂലമായി വീഡിയോ ചെയ്തവർ ഇപ്പോൾ ദിലീപ് ജയിച്ചുകൊണ്ട് ഇനിയിപ്പോൾ നേരെ മറുകണ്ഠം ചാടി ദിലീപിന് അനുകൂലമായി വീഡിയോ ചെയ്യും. കാരണം അവർ ഈ ഒഴുക്കിനൊത്ത് നീന്തുന്നവരാണ്. കുറച്ച് കാശിന് വേണ്ടിയോ കുറച്ച് പബ്ലിസിറ്റിക്ക് വേണ്ടിയോ ഇങ്ങനെയൊക്കെ പോകുന്ന കുറേ യൂട്യൂബേഴ്സുമാരുണ്ട്. അതിൽ കുറേ പേരിപ്പം ദിലീപിന് വേണ്ടി ദിലീപിനെ വെള്ള പൂശിക്കൊണ്ട് വീഡിയോ ചെയ്യുന്ന കുറേ അണ്ണന്മാരും ചേച്ചിമാരും കാണും. അത് അവരുടെ ഇഷ്ടം. ഓരോരുത്തരും ഓരോ അച്ഛൻ്റെ അമ്മയുടെ ഓരോ കുടുംബത്തിൻ്റെ ക്യാരക്ടറാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കൊന്നും പറയാനില്ല. പക്ഷേ ഈ ഭാവന വിഷയത്തിൽ ദിലീപ് നിരപരാധി എന്ന് പറഞ്ഞാൽ മലയാളക്കരയിലെ ഒരു കുഞ്ഞും വിശ്വസിക്കില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഞാനും വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു വിധി കേട്ടതിൽ സങ്കടമുണ്ട്. കോടതി എന്ന് പറയുന്ന കോടതിയിലുള്ള വിശ്വാസം പോയിട്ട് നമുക്ക് കുറേ നാളുകളായി. അതായിക്കോട്ടെ, കാരണം ഈ ജഡ്ജിയും ഒരു മനുഷ്യനാണല്ലോ വിധി പറയുന്നത്. പിന്നെ ഈ പോലീസുകാരും മനുഷ്യരാണ്. പണത്തിൻ്റെ മുമ്പിലും അധികാരത്തിൻ്റെ മുമ്പിലും മുട്ടുമടക്കാത്തതായി ഒന്നുമില്ല. കാരണം ലോകാവസാനത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് ഇതല്ല ഇതിൻ്റെ അപ്പുറങ്ങളൊക്കെ സംഭവിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വിഷയത്തിൽ പറയാൻ ഒരുപാടുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ഈ വിഷയം നീണ്ടു പോകും. നിങ്ങൾക്ക് വീഡിയോ ബോറടിക്കും. അതുകൊണ്ട് പിന്നെ മഞ്ജു വാര്യർ, ഭാവന, അതുപോലെ ഇവരനുകൂലിച്ച ഒരുപാട് പേർക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു വിധി തന്നെയാണ്. പ്രത്യേകിച്ച് മഞ്ജു വാര്യരെ ഈ വിധി ഒരുപാട് വേദനിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭാവനയുടെ ഒപ്പം തന്നെ മഞ്ജു വാര്യർക്കും ഇവിടെ നീതി കിട്ടാതെ പോയി എന്ന്. കാരണം ഇപ്പോൾ ദിലീപ് നിരപരാധി എന്ന് പറയുമ്പോൾ അവിടെ ദിലീപ് മഞ്ജു ദാമ്പത്യത്തിലും ഒരു വില്ലത്തിയായി മഞ്ജുവിനെ ചിലർ ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തു തന്നെ ആയാലും നടന്നു. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ മുകളിലോട്ടൊക്കെ ഈ വിശ്വാസ്യതയില്ലാത്ത ഒരു ഇതിൻ്റെ ആശ്രയിച്ച് നമ്മൾ മേലോട്ടൊന്നും അപ്പീലിന് പോകുന്നതുകൊണ്ടൊന്നും എനിക്കൊരു ന്യായവും തോന്നുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ദിലീപിൻ്റെ 8 വർഷം ദിലീപിനെ പീഡിപ്പിച്ചു, ദിലീപ് കുറേ അനുഭവിച്ചു എന്ന് പറയുന്നു. ഈ 8 വർഷത്തെ ദിലീപിൻ്റെ അനുഭവത്തിന് തുല്യമാകുമോ ഒരു പെണ്ണിൻ്റെ മാനവും അവളുടെ 8 വർഷം അവൾ അനുഭവിച്ച മാനസിക പിരിമുറുക്കവും എല്ലാം ഒന്ന് താരതമ്യം ചെയ്താൽ ഏത് തുലാസായിരിക്കും താഴ്ന്നിരിക്കുന്നത്, ഏത് തുലാസായിരിക്കും ഉയർന്നിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ദിലീപ് ഒരു മോളെ വളർത്തിക്കൊണ്ടുവരുന്നല്ലോ. ആ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചാൽ ദിലീപ് എന്ത് ചെയ്യും? ദിലീപ് ഇതിനു മുമ്പ് അയാളെ കൊന്നു കളഞ്ഞിട്ടുണ്ടാവുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചിന്തിക്കണം. ദിലീപ് ഈ കൊടുത്തതിന് ദിലീപിന് കൊല്ലത്തായാലും കിട്ടും. മീനാക്ഷിയിലൂടെയോ കാവ്യയിലുള്ള മകളിലൂടെയോ ആരിലൂടെ ആയാലും ദിലീപ് ഇത് വയസ്സാം കാലത്തായാലും ഇതിൻ്റെ ഫലം ദിലീപ് കണ്ട് വേദനിച്ച് തന്നെ മരിക്കും. അതിൽ യാതൊരു മാറ്റവും ഇല്ല. ദിലീപിന് എന്തോ വലുത് വരാൻ പോകുന്നു. ഈ വിധി ദിലീപിന് അനുകൂലമായതിൽ ഒരുപാട് ലഡുവൊന്നും കഴിച്ച് ഷുഗർ കൂട്ടേണ്ട ദിലീപ് 2 പെൺമക്കളാണല്ലോ ദിലീപിന്. ഇതിലാരില്ലെങ്കിലും കൂടെ ഇതിൻ്റെ വാട്ടവും പലിശയും മുതലും എല്ലാം ദൈവം തരും. 2 കൈ നീട്ടിയിരിക്കുക. അത് കണ്ട് തന്നെ നമുക്ക് മലയാളക്കരയ്ക്ക് സങ്കടപ്പെടാനും സന്തോഷിക്കാനും ഒക്കെ ഉള്ളൊരവസരം. ആ കുട്ടികൾ നിരപരാധികളാണ്. പക്ഷേ അച്ഛനും അമ്മയും ചെയ്ത തെറ്റിൻ്റെ പോലെ അനുഭവിക്കുന്നത് മക്കൾ തന്നെയാണ്. അപ്പം അത് നിങ്ങൾക്ക് അധികം താമസിയാതെ അനുഭവിക്കാം. കാത്തിരിക്കൂ എന്ന് പറയുന്നു. അധികം സന്തോഷിക്കേണ്ട, അധികം ന്യായീകരിക്കേണ്ട. നിങ്ങളെ ന്യായീകരിക്കും തോറും നിങ്ങൾ മലയാളികളുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ എനിക്ക് ദിലീപിനെ ഇഷ്ടമാണ്. പക്ഷേ ആസ് എ പേഴ്സൺ എന്ന നിലയ്ക്ക് ദിലീപിനെ എനിക്ക് ഒട്ടുമേ ഇഷ്ടമില്ല. ഈ ഒരു കേസോട് കൂടെ ദിലീപിനെ വെറുത്ത ഒരാളാണ് ഞാൻ. അല്ലാതെ ദിലീപിൻ്റെ സിനിമകളൊക്കെ വളരെ ഇഷ്ടപ്പെട്ട് ദിലീപിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ ഒരു 2 പെൺമക്കളുള്ള ഒരാൾ ഒരിക്കലും ഒരു സ്വന്തം മകളെ ദിലീപ് എത്രമാത്രം സ്നേഹിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഭാവനയ്ക്കും അതുപോലൊരു അച്ഛനുണ്ട്, അതുപോലൊരു സഹോദരനുണ്ട് എന്ന് ദിലീപ് ചിന്തിച്ചില്ല? ഒരു പക്ഷേ ദിലീപ് കാവ്യയുമായിട്ട് ഒരു ശാരീരിക ബന്ധമോ തെറ്റായ ബന്ധമോ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ദിലീപിനെ ഇത്രയും പ്രകോപിപ്പിച്ചത്. അങ്ങനെ ഇല്ല എങ്കിൽ ദിലീപിന് അത് തെളിയിക്കാൻ ഭാവനയെ പീഡിപ്പിച്ചുകൊണ്ടല്ല,
മറ്റൊരുപാട് മാർഗത്തിലൂടെ അത് മഞ്ജുവുമായിട്ട് ദിലീപിന് ആ വിഷയം പറഞ്ഞു തീർക്കാമായിരുന്നു. ഇങ്ങനൊരു വഴി തന്നെ വേണം. ദിലീപ് വിചാരിച്ച എന്തെല്ലാം മാർഗത്തിലൂടെ ദിലീപിൻ്റെ നിരപരാധിത്വം മഞ്ജുവിനെ അറിയിക്കാനും വീണ്ടും മഞ്ജു വാര്യരും ദിലീപും തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകാനും ഒക്കെ പറ്റുമായിരുന്നു. അപ്പോൾ ദിലീപ് നോക്കിയത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക. കാരണം മഞ്ജുവിനെ ഉപയോഗിച്ചു, ഇനി ഇത് കാവ്യയെ കൂടെ ഓസിന് കിട്ടിയാൽ അത്രയും നല്ലതായില്ലേ. മലയാള സിനിമയിൽ ഏതൊരു നടന് കിട്ടിയിട്ടുണ്ട് ഇത്രയും ഒരു ഭാഗ്യം? മലയാള സിനിമയിലെ സൂപ്പർ നായികമാരായ 2 പേരെ ഭാര്യമാരായിട്ട് വെച്ചുകൊണ്ടിരിക്കാനുള്ള ഭാഗ്യം മമ്മൂട്ടിക്കും മോഹൻലാലിനും പോലും കിട്ടാത്തൊരു ഭാഗ്യമല്ലേ ദിലീപിന് കിട്ടിയത്. അതുകൊണ്ട് ദിലീപ് വയസ്സാം കാലത്ത് ദിലീപിന് ഒരുപാട് പ്രാർത്ഥിക്കേണ്ടി വരും, ഒരുപാട് നാമം ജപിക്കേണ്ടി വരും. കാത്തിരിക്കുക. ദൈവം നിങ്ങളെ വിടില്ല. ദൈവം നിങ്ങളെ എവിടെയായാലും പിടികൂടും. ദിലീപെ എവിടെയായാലും പിടികൂടും. സന്തോഷമായിട്ടും സമാധാനമായിട്ടും നിങ്ങൾ ഒരു ദിവസം പോലും ജീവിക്കുമെന്ന് ഞാൻ തോന്നുന്നില്ല. ഈ ലഡു വിതരണം ചെയ്യുന്ന ടൈമിൽ പോലും നിങ്ങളുടെ മനസ്സ് കലുഷിതമായിരിക്കും, മരണം വരെ കലുഷിതമായിരിക്കും. ഇനിയും പൾസർ സുനി വെളിയിലിറങ്ങിയാലും ഒരു പക്ഷേ പൾസർ സുനി നിങ്ങൾക്കെതിരായി പറഞ്ഞു എന്ന് വരും. ഒരു പക്ഷേ ദൈവം അയാളെ കൊണ്ട് പറയിപ്പിച്ചെന്നും വരും. ഇല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സാക്ഷി കൂറുമാറാനും നിങ്ങൾക്കെതിരെ പറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക. ദൈവം നിങ്ങളെയും ഞങ്ങളെയും എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ.